പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ആദ്യനും അന്ത്യനും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിക്കൊണ്ട് ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ സ്നേഹിതനായുള്ളവനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എളിയവരോട് നീ സംസാരിച്ച് എളിയവരെ കർത്താവ് ബലപ്പെടുത്തുമാറാണ്. നിന്റെ നീതി നിമിത്തം ഞങ്ങളെ വെടിവെച്ച് നിന്റെ നാമഹേതുവായി ഞങ്ങളെ ദിനം പ്രതി നടത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇതൊക്കെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കർത്താവ് നീ തന്നെ ശുശ്രൂഷ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ, പരിസരങ്ങളെ, അവിടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം ഏതുവായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റോമാലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്തെന്ന് വളരെ ലഘുവായിട്ട് ചിന്തിക്കുകയായിരുന്നു. വളരെ ലോങ് ആയിട്ട് എടുക്കേണ്ട ക്ലാസ്സുകളാണ്. അതിങ്ങനെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ അങ്ങനെ എടുക്കുവാൻ അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ വ്യക്തികളെ വിവേചിച്ചുകൊണ്ട് വ്യക്തികളുമായിട്ട് നേരിട്ട് ഇടപെടുമ്പോഴാണ് അതൊക്കെ നമുക്ക് സാധിക്കുക. എന്തെങ്കിലും ഉപദേശം പ്രാപിക്കുവാനും അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇതൊക്കെ വേണം കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, നീ പറയട്ടെ, കർത്താവിനാൽ അല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഇത്ര നാളത്തെ ക്ലാസ്സിൽ കൂടെ ഏകദേശം മനസ്സിലായി കാണും. സ്തോത്രം. മറ്റു പല രീതിയിൽ വീണുപോയ മനുഷ്യൻ പല രീതിയിലും ദൈവത്തോട് രമ്യപ്പെടുവാൻ, റീകൺസിലാകുവാൻ പല പല മാർഗങ്ങളും, ആയിരക്കണക്കിന് മാർഗങ്ങൾ അപ്ലൈ ചെയ്തു നോക്കി. പലരും അതിൻ്റെ തീവ്രമായ രീതിയിൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ത്യജിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവർക്കാർക്കും ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാൻ സാധ്യമല്ല. ഒരേ ഒരു മാർഗമുള്ളൂ, ക്രൈസ്റ്റ്. അത് നമ്മൾ ചെയ്യുന്ന രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പറയുന്നത്, 1 കൊരിന്ത്യർ ചാപ്റ്റർ 1:30 പറയുന്നത്, അവൻ തന്നെ നമ്മുടെ വീണ്ടെടുപ്പ്, അവൻ തന്നെ നമ്മുടെ തേജസ്വീകരണം, അവൻ തന്നെ നമ്മുടെ ജ്ഞാനം. സ്തോത്രം. ഈ ഹിംസൽ ബൈ പേഴ്സൺ. ഇതെല്ലാം ഉപദേശത്തിൽ നിന്ന് വളരെ 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 മാറിപ്പോയി. ചിലർക്ക് ഉപദേശം ദൈവമാണ്, ചിലർക്ക് ബൈബിൾ ദൈവമാണ്, ചിലർക്ക് ശരിയായ ഉപദേശം പറയുന്ന പാസ്റ്റർമാർ ദൈവമാണ്. ഓൺലി ക്രൈസ്റ്റ്. ഇതെല്ലാം തന്നെ ക്രിസ്തുവിലേക്ക് ഗൈഡ് ചെയ്യുന്ന മീഡിയകളാണ്. ബൈബിളാകട്ടെ, ദൈവവചനമാകട്ടെ, അതിൻ്റെ ശുശ്രൂഷകന്മാരാകട്ടെ, ശരിയായ ഉപദേശമാകട്ടെ, എല്ലാം തന്നെ ഫോക്കസിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. ബട്ട് ക്രൈസ്റ്റ് ഈസ് ദ സാൽവേഷൻ. ഇത് വളരെ വ്യക്തമായിട്ട് അതെങ്ങനെയാണ് അവനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി കാണും. അവന് നമ്മുടെ ഉള്ളിൽ നിരന്തരമായി വസിക്കുവാൻ കൈക്കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിൽത്തി ആയിരിക്കുന്ന ഫ്ലഷുമായിട്ട് അവൻ്റെ സിംഹാസനം ഷെയർ ചെയ്യുന്നതല്ല. അതിനാണ് പരിശുദ്ധാത്മാവ് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഡിസയേഴ്സ് എന്താണ്, കുറവുകൾ എന്താണ്, എല്ലാം പാപസ്വഭാവങ്ങളായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ മാനുഷിക സ്വഭാവങ്ങളാകാം. കർത്താവ് തന്നെ പത്രോസിനെ ശാസിക്കുന്ന സമയത്ത്, അതായത് അതിൻ്റെ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കുന്ന സബ്ജക്റ്റാണല്ലോ അത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന ദൈവികമായൊരു വെളിപ്പാട് കർത്താവിനോട് പറയുന്നത്, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തി സ്വർഗസ്നായ എൻ്റെ പിതാവേ. അതായത് അവൻ്റെ സോളിലേക്ക് ഒരു വെളിപ്പാട് കൊടുത്ത് അതിന് ഫുൾ കൺട്രോൾ ചെയ്തിട്ട്, ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണെന്ന് വെളിപ്പാട് കൊടുത്ത് അവൻ്റെ വായിൽ കൂടെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് കർത്താവിനെ മാറ്റി കൊണ്ടുപോയിട്ട് വരുവാനുള്ള കാര്യങ്ങൾ താൻ യെരൂശലേമിലേക്ക് കടന്നു ചെന്ന് യഹൂദന്മാരും ജാതികളാലും പിടിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവന് നീക്കിക്കൊണ്ട്, കർത്താവെ നിനക്ക് അങ്ങനെ ഒരു കാലത്തും ഭവിക്കരുത് എന്ന് പറയുമ്പോൾ കർത്താവിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യനുള്ളത് അത്രേ കരുതുന്നത്. അപ്പോൾ ഒരു മാനുഷികമായ ചിന്താഗതി പോലും സേറ്റൻ അവൻ്റെ ഉള്ളിൽ കടക്കാൻ കാരണമായി തീർന്നു. തൊട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ്
ആമേൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് പറയത്തക്ക വണ്ണം, ആമേൻ, ഡിവൈൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ദൈവം തന്നെ അവൻ്റെ അരുളപ്പാട് അവൻ്റെ സോളിലേക്ക് കൊടുത്തിട്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ ടോട്ടൽ ഇന്റേണൽ ഫാക്കൽറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു അരുളപ്പാട് കൊടുത്തു. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത്, കർത്താവ് അവനോട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലെ ആ മനുഷ്യത്വം, അത് കർത്താവ് പോയി കഴിഞ്ഞാൽ എന്തായി തീരും എന്നുള്ള ആ മനുഷ്യത്വം ഉയർന്നപ്പോൾ നമ്മൾ കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുത്, നല്ല കാര്യം പറഞ്ഞത്. പക്ഷേ ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പ്ലാൻ അല്ലായിരുന്നു. ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി പകരക്കാരനായിട്ട് അറ്റോൺമെൻ്റ് ആകണമെന്നുള്ളതാ ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷെ അവൻ പറയുന്നത് അവൻ്റെ മാനുഷ്യമായ ചിന്താഗതിയാണ്. പക്ഷെ അതിൽ കൂടെ ആര് കടന്നു? സൈത്താൻ കടന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വളരെ കരുതലോടെ ഇരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് ആയ വിഷയമാണ്. ഇത്ര ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് സ്തോത്രം മനുഷ്യൻ ആദ്യം 1-ാം അധ്യായം തുടങ്ങി ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ്. 1-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ജാതികൾ പാപത്തിന് അടിമപ്പെട്ടു പോയത്, എങ്ങനെയാണ് അവരുടെ ദൈവതേജസ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് അവരുടെ മേൽ മരണശിക്ഷ കടന്നു വന്നത് എന്ന് വിവരിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൻ്റെ പകുതി വരേക്കും ജ്യൂസിന് എന്ത് സംഭവിച്ചു, അങ്ങനെ മൊത്തത്തിലെ പാക്കേജായിട്ട് തലമുറ മുഴുവനും ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുന്നത് അവിടെ രക്ഷാമാർഗം എങ്ങനെയാണ്? കൃപയാൽ, സ്തോത്രം, വിശ്വാസത്താൽ. അപ്രാശ്ചിത്വം നിവർത്തിച്ചിട്ട് തന്നെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ആര് വിശ്വസിക്കുന്നു, ആരവരെ ഹൃദയത്തിൽ കൈക്കൊള്ളാൻ സ്വീകരിക്കുന്നു, അവന് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ, ക്രൂശിൽ നിവർത്തിച്ചതായ നീതി സൗജന്യമായിട്ട് കണക്കിടാം. തുടർന്ന് നമ്മൾ ചിന്തിച്ചു എങ്ങനെയാണ് സൗജന്യമായി നീതി കണക്കിടുന്നത്. ദൈവരാജ്യത്തിൽ വസിക്കണമെങ്കിൽ ഒബീഡിയൻസ് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നമ്മളിൽ പാപസ്വഭാവം, നമ്മൾ ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് പഠിച്ചപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അതിൽ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം നമുക്ക് പകരമായിട്ട് കണക്കിട്ടുകൊണ്ട് സ്തോത്രം നാം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സാമീപ്യം അല്ലെങ്കിൽ അതിന് താതാത്മ്യം പ്രാപിക്കുന്ന സ്തോത്രം ഐഡന്റിഫൈഡ് വിത്ത് ദ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ അത് ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല പാപത്തിന്റെ ശിക്ഷകൾ ക്ഷമിച്ച് കിട്ടി. അതാണ് ജസ്റ്റിഫിക്കേഷൻ. പല ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. തുടർന്നൊരു ജീവിതം നമുക്കുണ്ട്. അതാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പറയുന്നത് നാം ഇനി മുതൽ പുനരുദ്ധാന ശക്തിയോടുകൂടി ജീവിക്കുക. അതായത് ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര വസിക്കുന്നത്, ക്രിസ്തു അത്ര ജീവിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ പറയുമെങ്കിലും ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നെന്നുള്ള കാര്യം പലപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുക. ഇത് അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. കാരണം സീരിയസ് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ ആ മാർഗത്തിൽ കൂടെ നടന്ന് അനുഭവജ്ഞാനമുള്ള ദൈവദാസന്മാർക്ക് അത് ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ, പരമാർത്ഥ ഹൃദയത്തോടുകൂടെ, അനുഭവജ്ഞാനത്തോടുകൂടെ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നല്ല തിയറി സ്ഥാപിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിയറി നമ്മളെ രക്ഷിക്കുകയില്ല, ബട്ട് ക്രൈസ്റ്റ്. നല്ലൊരു ഡോക്ടറേൻ സ്ഥാപിക്കാം, ബട്ട് ഡോക്ടറെ നമ്മെ രക്ഷിക്കുകയില്ല, ബട്ട് ക്രൈസ്റ്റ് ബൈ പേഴ്സൺ നമ്മിൽ വസിച്ച് നമ്മുടെ ഇന്റേണൽ ഫാക്കൽറ്റീസിന് യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ പ്രാണനിലുള്ള ഘടകങ്ങൾ, നമ്മുടെ ആത്മാവിലുള്ള ഘടകങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ദിനം പ്രതി നമ്മളെ നടത്തണം. അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു സബ്ജക്റ്റ്, അത് ഇതിൻ്റെ തന്നെ തുടർച്ച സബ്ജക്റ്റ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വിവിധ ബന്ധങ്ങളിലെ നീതിനിഷ്ഠമായ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് റൈഷ്യസ് ലിവിങ് ഇൻ വേരിയസ് റിലേഷൻഷിപ്പ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതം ആരാധന എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതമാകുന്ന ആരാധന. ഇപ്പോൾ നമുക്ക് മിക്കവാറും പേർക്ക് ഒരു തെറ്റിദ്ധാരണയുള്ളത്, നമ്മളൊരു പാട്ട് പാടി അന്യഭാഷ ഉള്ളവരാണെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി, അല്ലെങ്കിൽ അന്യഭാഷ ഇല്ലാത്തവരാകും ദൈവത്തിന്റെ മഹത്വമേറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്തുതിക്കുമ്പോൾ അതാണ് ആരാധന എന്നൊരു തെറ്റിദ്ധാരണ ആത്മീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ പെന്തിക്കോസ്ത് ഗോളത്തില് ബഹുഭൂരിഭാഗം പേരിലുണ്ട്. എന്നാൽ അതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, ടോട്ടൽ. ഇവിടെ നമുക്ക് ആത്മീകമെന്നും ഭൗതികമെന്നും സെപ്പറേറ്റ് ചെയ്യാൻ അസാധ്യമല്ല. ക്രിസ്തുവിൽ വസിക്കുന്നതായ ഒരു വ്യക്തി, അല്ലെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതായ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങൾ തന്നെയും ആത്മീകമാണ്. പലരും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഭൗതിക കാര്യം ചെയ്യുമ്പോൾ ആത്മീകം കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ കുഴക്കരുതെന്ന്. വി കനോട്ട് സെപ്പറേറ്റ്. ഇൻസെപ്പറബിൾ ആണത്.
നമ്മുടെ ജീവിതമാണ് ആരാധന. അതാണ് റോമാലേഖനം 12 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ. വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും കർത്താവേ, എന്നെ നിനക്കായി വേർതിരിച്ചെടുക്കണമേ. എന്നിൽ കുറവുകളുള്ളത്, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ നീ നോക്കി ഈ ക്ലാസ്സിൽ കൂടെ നീ എന്നോട് സംസാരിക്കണമേ. നീ സംസാരിച്ച് എനിക്കത് ബോധ്യപ്പെട്ടാൽ എന്നിലുള്ള കുറവിനെ ഞാൻ ത്യജിക്കാൻ തയ്യാറാണെന്നുള്ളൊരു മനോഭാവത്തോടും ഒരു സമർപ്പണത്തോടും കൂടി ഇരുന്നാൽ മാത്രമേ ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചം കിട്ടും, നിങ്ങളിത് റിജക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം പിന്നെയും കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ താഴ്മയോടുകൂടെ പറയുകയാണ്, വളരെ താഴ്മയോട്. പൗലോസ് ഈ 12 തുടങ്ങുന്ന അങ്ങനെയാണ്. I beseech you therefore, brethren, by the mercies of God, that you present your bodies a living sacrifice. ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം എത്രയോ പ്രാവശ്യം കേട്ടിട്ട് സൺഡേ സ്കൂളിൽ തോന്നി പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിന് ആംപ്ലിഫൈഡ് ബൈബിൾ എന്നൊന്ന് വായിക്കുകയാണ്. 12 1 വാക്യം താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. I appeal to you therefore, brethren, and beg of you. കുറച്ചുകൂടി ഡീറ്റെയിൽ പറയാണ്. I beg of you in view of all the mercies of God. ഇങ്ങനെ പറയുന്നതിന് കാരണമായിട്ട് സ്തോത്രം, തൊട്ട് മേളില്, അതായത് നമ്മൾ ഇതുവരെ ചിന്തിച്ച് 1 അധ്യായം തുടങ്ങി 11 അവസാനം വരെ ചിന്തിക്കുന്ന എല്ലാ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഞാൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടവനാണ്, കൃപയാൽ മാത്രമേ എൻ്റെ രക്ഷ നടക്കുകയുള്ളൂ. എന്നിൽ പാപം ക്ഷമിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും പാപ സ്വഭാവം ഉള്ളതായിട്ടുള്ള വഷളായ ദേഹിയാണ് എന്നിലുള്ളത്. ഇതിന് വീണ്ടും എന്നെ അടിമപ്പെടുത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഒന്നാണിത്. ഇത് എൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെ റാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല പലരും. ഇത് ഇല്ല. അത് പൗലോസിന്റെ പിൽക്കാലത്ത് കൺവെർട്ട് ആവുന്നതിന് മുമ്പുള്ള കാര്യമെന്ന് പറഞ്ഞ് വളരെ ഓർഗി ചെയ്യുന്നവരുണ്ട്. ദൈവം അവരുടെ കണ്ണ് തുറക്കട്ടെ. പക്ഷെ അനുഭവജ്ഞാനത്തിൽ കൂടെ, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് എൻ്റെ അനുഭവജ്ഞാനത്തിൽ കൂടെ ഞാൻ വളരെ സ്ഥിരീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് പറയുകയാണ്, ജസ്റ്റിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ക്ഷമിച്ചു കിട്ടുന്നു. എന്നാൽ സാങ്ക്ടിഫിക്കേഷൻ ദൈവത്തിന് വേണ്ടി എക്സ്ക്ലൂസീവ് ഉപയോഗത്തിന് വേണ്ടി വേർപ്പെടുത്തുമ്പോൾ മാത്രമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളതായിട്ടുള്ള ഈ ബലഹീന അല്ലെങ്കിൽ വഷളായ ദേഹിയുടെ സ്വഭാവം ഒന്നൊന്നായിട്ട് വെളിപ്പെടുത്തുമ്പോൾ നാം അതിനെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക. Crucify the flesh and dethrone the flesh and enthrone Christ there. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യതയിലേക്ക്, നിത്യത എല്ലാവർക്കും ഉണ്ട്, നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ വാഴാം. അപ്പോൾ അതിന് കാരണമായിട്ട് ആ 11 അവസാന വാക്യം ഞാൻ മലയാളത്തിൽ ആദ്യം വായിക്കുകയാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. സ്തോത്രം. സകലവും അവനിൽ നിന്ന്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. നമ്മൾ യാഗത്തെ കുറിച്ച് പഠിക്കും. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ്. അപ്പോൾ നിങ്ങൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 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 അമ്മയുടെ ഉദരത്തൊരു ശിശു ആകുമ്പോൾ ദ ഫസ്റ്റ് സെല്ല് ഫോം ആകുന്നത് അവരുടെ പാരൻസിൽ നിന്നാണ്. The material things came from the parents, but the spiritual part, it is from God. എന്നാൽ നാം ഇത് നമ്മെ സംബന്ധിക്കുന്നത്, ഇത് പൂർവ്വമായിട്ട് ആദാമിലേക്ക് നോക്കുമ്പോൾ ഒക്കെ അവന്റെ പൊടിയിൽ നിന്നാണ് നിർമ്മിച്ചത്. പക്ഷേ ദൈവം അതിനിവിടെ പറഞ്ഞതാണ് സകലവും. ബൈബിളിൽ എവിടെയെങ്കിലും സകലം എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടെങ്കിൽ എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ everything in the totality, either in the heaven or in the earth or in the Hades, everything
എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി എന്ന് വേണം മീനിങ് എടുക്കുക. അപ്പോൾ സകലവും ആരിൽ നിന്നാ? സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ നിന്റെ ശരീരം നിനക്ക് ലഭിച്ചിരിക്കുന്നത് നിന്റെ മാതാപിതാക്കളിൽ നിന്നാണെങ്കിൽ തന്നെയും അതിന്റെ ഒറിജിൻ കിടക്കുന്നത് നിന്റെ സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇതിന്റെ ഉടമസ്ഥാവകാശം കൈമാറിയാൽ മാത്രമേ നിനക്കൊരു വിശ്വാസ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് തിരിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും വളരെ വിലയേറിയതാണ്, വളരെ വെയിറ്റേജ് ഉള്ളതാണ്. അതിന്റെ വെയിറ്റേജ് 100% ആണ്. അല്പം പോലും ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പറയുന്നല്ല. സ്തോത്രം. അപ്പോൾ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്ക്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന, ഇപ്പോൾ ഡയറക്റ്റായിട്ട് കേൾക്കുകയോ യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത്, നീ ദൈവത്തിൽ നിന്നുള്ളതാണ്. അവനാലാണ് നീ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭൂമി നീ ആയിരിക്കുന്നത് അവനാലാണ്. ഇനി നിന്റെ ഫ്യൂച്ചർ അവങ്കിലേക്കാണ്. നിനക്കൊരു ഫ്രീ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനുള്ള മിനിസ്റ്റേഴ്സ് ആയിട്ടാണ് ഞങ്ങളെ ദൈവത്തിന്റെ കൃപയാല് അവൻ ചൂണ്ടയിട്ട് പിടിച്ച്, ഞങ്ങൾ ഇതേപോലെ നിങ്ങളെപ്പോലെ തന്നെയുള്ളവരായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവ പരിജ്ഞാനത്തിൽ കൂടെ വെളിപ്പെടുത്തി തന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ആദാമിനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ അറിയില്ലായിരുന്നോ ഞാൻ ദൈവത്തിനുള്ളവനാ? ഇല്ലേ? നമുക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വീണ് പോയ അവസ്ഥയിൽ ഇരിക്കുന്നവരാ. പക്ഷെ ആദാം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതിന്റെ മുഴുവൻ രൂപവും അനുഭവിച്ചറിഞ്ഞവനാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളത്തിൽ പറയും ഞാൻ ദൈവത്തിനുള്ളവനാ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്, അവനാണ് എന്നെ ഉരുവാക്കിയത്. സ്തോത്രം. ഞാൻ അവങ്കിലേക്കുള്ളതാണ്. എന്നാൽ നാം വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. നമുക്ക് പഴയ നിയമങ്ങളൊക്കെ വായിച്ച് അനേക പ്രാവശ്യങ്ങൾ ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്റെ ഭർത്താവ്, ഞാൻ നിന്റെ ഉടയവൻ, ഞാൻ നിന്റെ സൃഷ്ടിതാവ്, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നമ്മളോട് തന്നെ എത്രയോ പ്രാവശ്യം നിങ്ങൾ ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കും. എത്രയോ പ്രാവശ്യം. നിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നിന്റെ സൃഷ്ടിതാവായ ദൈവമാണ്. നിന്റെ മാതാപിതാക്കന്മാരെ ജസ്റ്റ് ഉപയോഗിച്ചെന്ന് മാത്രം. സ്തോത്രം. അവനാലാണ് നീ ഭൂമിയിലായിരിക്കുന്നത്. ഏതവസ്ഥയിൽ തന്നെയാണെങ്കിൽ തന്നെ നീ അവനാലാണ് ആയിരിക്കുന്നത്. അടുത്തത് നീ അവങ്കിലേക്കുള്ളതാണ്. നീ ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്നിടത്തോളം നിനക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫിസിക്കൽ ആക്ഷൻ അല്ല ദൈവരാജ്യത്തില്. വളരെ മനസ്സിലാക്കുക. ഒരു മോറൽ ഏജന്റ്, മോറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ സ്ട്രോങ് ഇൻഫ്ലുവൻസ് തന്ന് നിന്നെ കുറിച്ചുള്ള ദൈവഹിതം. ഇപ്പോൾ പറഞ്ഞത് നീ അവനിൽ നിന്നാണ് ഉരുവായിരിക്കുന്നത്, നീ അവനാലാണ് ഉരുവായിരിക്കുന്നത്, നീ അവങ്കിലേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ നല്ല സ്ട്രോങ് ഇൻഫ്ലുവൻസ് അവന്റെ അഭിഷക്തരിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച് നമ്മുടെ സോളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് തരികയാണ്. സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിനക്ക് ഫ്രീ വിൽ തന്നിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി പറയും യെസ് ഇറ്റ് ഈസ് റൈറ്റ്, ഇത് ശരി തന്നെ, ഇത് മുറുകെ പിടിച്ചുകൊള്ളുക. ഞാൻ അവനാലാണ്, ഞാൻ അവനാലാണ് ഉരുവായിരിക്കുന്നത്, ഞാൻ അവനിൽ നിന്നാണ് ഉരുവായിരിക്കുന്നത്, ഞാൻ അവങ്കിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇത് എൻ്റെ ഡിസിഷൻ ആയിരിക്കും. ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജഡ്ജ്മെന്റ് നടക്കുന്ന സമയമാണ്. നിങ്ങൾ വചനം റിജക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾ തന്നെ സ്റ്റോണാക്കി കേൾക്കും. കഠിനപ്പെട്ട് 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 വജ്രം പോലെ കഠിനമാകും. ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യണം കണ്ടല്ലോ, എളുപ്പമാണോ? അത്രയും ഹാർഡായിരിക്കും തീരും. പിന്നെ അതിന് പണി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവേ സ്തോത്രം സ്തോത്രം എന്ന പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും അതിനേൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. അപ്പോൾ അവരിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ എന്നിട്ട് പറയാണ്. ഇത്രയും വചനം കേട്ടിട്ട് അവേ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്, വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മേൽ കിടക്കുന്നതായിട്ടുള്ള വിധി വലുതാണ്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടിതാവായവൻ തന്നെ, അവനിൽ നിന്ന് ഉരുവായ അവനാലും അവങ്കിലേക്കുള്ളവൻ തന്നെ,
അവൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് നിന്നെ പോലെ ശരീരവും പ്രാണനും ആത്മാവുള്ളവനായിട്ട് നിന്റെ ശരീരത്തിലും നിന്റെ പ്രാണനിലും ആത്മാവിലും നിന്റെ വ്യക്തിപരമായ പാപങ്ങൾ മുഖാന്തരം നീ വഹിച്ചുകൊണ്ടിരിക്കുന്ന മരണമെന്ന നിത്യ മരണമെന്ന ശിക്ഷ നിനക്ക് പകരമായി തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് തന്റെ ശരീരം ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തന്റെ പ്രാണനും ആത്മാവും നീ പോകേണ്ട പാതാളത്തിൽ പോയി നിനക്ക് പകരമായിട്ട് മരണം അനുഭവിച്ചു എന്നാണ് എബ്രായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ മാത്രമേ, അതാണ് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, മറ്റു പലതും കിട്ടുന്നത് ഓർപ്പിച്ചല്ല, ഈ പ്രായശ്ചിത്തം നടത്തിയെടുത്ത ആ മനസ്സലിവ് ഓർപ്പിച്ച്, അത് വെറുതെ നടത്തിയെടുക്കല്ല, ന്യായപ്രമാണം തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ നിവർത്തിച്ച് നിനക്ക് പകരമായിട്ട് നിവർത്തിച്ച്. ദൈവത്തിന്റെ ലോ മാറുന്നില്ല, ഡിവൈൻ ജസ്റ്റിസ് മാറുന്നില്ല, അത് നിനക്ക് പകരമായി നിവർത്തിച്ചെടുത്തിട്ടാണ്. ഹല്ലേലൂയ. നിന്നോട് പറയുന്നത് ഈ ദൈവം നിനക്ക് വേണ്ടി വ്യക്തിപരമായി കാണിച്ച മനസ്സലിവ് നിന്നൊന്നുകൂടി ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങളുടെ ശരീരത്തെ, അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ഇതാണ് ആരാധന. ഇനി എത്ര നാൾ നിങ്ങൾക്ക് ഇത്ര ഡീപ്പായിട്ട് പഠിപ്പിച്ചില്ല. അപ്പോൾ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ്. അതിനകത്ത് ആത്മീകമെന്നും ഭൗതികമാണെന്നും സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. എവറിത്തിങ്, ആത്മീകം എന്ന വാക്കിന്റെ അർത്ഥം those who are controlled by the spirit of God. Whatever things you are doing, നീ ചിന്തിക്കുന്നതായിട്ട്, പ്രവർത്തിക്കുന്നതായിട്ട്, നിന്റെ പർപ്പസ് ആയിട്ട്, നിന്റെ തോട്ട്സ് ആയിട്ട്, നിന്റെ ആക്ഷൻ ആയിട്ട്, if it is controlled by the spirit of God, you are a spiritual man. നീ ഒരു ആത്മീകനാണ്. അല്ല കപടമായ ഭക്തിയോ, നീ എപ്പോഴും സ്തോത്രം പറയുന്നതോ, അല്ലെങ്കിൽ എപ്പോഴും പാട്ട് പാടുന്നതോ, ആർക്കും ഒരു ദോഷം ചെയ്യാൻ ജീവിക്കുന്നതോ, ഇതൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ അതിന്റെ പാർട്ടാണ്, ഇതിന്റെ അതിന്റെ ഔട്ട്കംസ് ആണ്. സ്തോത്രം. അപ്പോൾ ജീവൻ, ഇവിടെ ആംപ്ലിഫൈഡ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, I appeal to you brethren, therefore brethren, I beg of you in view of all the mercies of God to make a decisive dedication. വെറുതെ വേണ്ട, നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട്. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങി 11-ാം അധ്യായത്തിൽ ഇപ്പോൾ നാം വായിച്ചത്, നീ അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുവാനാണ് നീ ഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ നിനക്ക് ഓപ്ഷൻ ഉണ്ട്. 12-ാം അധ്യായം സഭാപ്രസംഗിൽ പറയുന്നത് പോലെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ നിനക്ക് ഓപ്ഷൻ ഉണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ കണ്ണ് മാങ്ങും, നിന്റെ ചെവി കേൾക്കും, നിന്റെ പല്ലുകൾ കുറയും, നിന്റെ കാല് കുഴയാൻ തുടങ്ങും, കയറ്റം കണ്ട നീ വിറയ്ക്കാൻ തുടങ്ങും, എങ്ങനെ കയറും. ഇന്ന് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിന്റെ അവയവങ്ങൾ, നിന്റെ ശരീരത്തിൽ ദൈവം നിനക്ക് അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുവാൻ തന്നിരിക്കുന്ന ശരീരം ഇപ്പോൾ യൗവനത്തിലായിരിക്കുമ്പോൾ നിന്റെ സൃഷ്ടാവിനോട് പറയാണ്, നിന്റെ സൃഷ്ടാവിനായിട്ട് സമർപ്പിക്കുക. Make a decisive dedication of your bodies, presenting all your members and faculties as a living sacrifice. As a living sacrifice. Holy എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഹോളി എന്ന് പറഞ്ഞാൽ വിശുദ്ധം. നമ്മുടെ സംസാര ഭാഷയിൽ വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അശുദ്ധം. പക്ഷേ ബൈബിൾ ലാംഗ്വേജിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിന്റെ 44-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചോളൂ. അതുപോലെ എസെക്കിയേൽ 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാൽ, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ട് വായിച്ചോളൂ. സ്തോത്രം. വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധമായതും സാമാന്യമായതും. നമുക്കൊന്ന് എടുത്ത് വായിക്കാൻ കുഴപ്പമില്ല. അതിൽ 44-23 ബൈബിൾ നിങ്ങൾ എടുത്തോളൂ. ഇത് പുരോഹിതന്മാരെ ശുശ്രൂഷയെ കുറിച്ചോട് പറയാണ്. സ്തോത്രം. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച്. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷ
പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 15-ാം അധ്യായം നമ്മൾ പഠിക്കും. പറഞ്ഞിരിക്കുന്നത് ഞാൻ സുവിശേഷ ഘോഷണം എന്ന് പൗരോഹിത്യ ശുശ്രൂഷയായിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട്. അപ്പോൾ വിശുദ്ധം എന്ന് പറഞ്ഞാൽ ടു സെപ്പറേറ്റ് എ തിങ് ഓർ എ പേഴ്സൺ ഫോർ എൻ എക്സ്ക്ലൂസീവ് യൂസ്. അത് ദൈവത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു യൂസിന് വേണ്ടി വേർതിരിക്കുക. ടു സെറ്റ് എ പാർട്ട് ഫോർ ഗാഡ്. അതിന് ഇവിടെ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഫൈൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഹോളി ആൻഡ് പ്രൊഫൈൻ. എന്നാൽ മറ്റു ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഹോളി ആൻഡ് കോമൺ എന്നാ പറഞ്ഞിരിക്കുന്നത്, പൊതുവായ സാമാന്യമായ. മലയാളത്തിൽ നല്ല ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. നിങ്ങൾ 22:16 എടുത്ത് വായിച്ചുള്ള കുറച്ച് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകാത്ത. സ്തോത്രം. അപ്പോൾ ഞാൻ അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമായിട്ടാണ് ഇന്ന് ഭൂമിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്റെ വ്യക്തിപരമായ പാപനിമിത്തം ഞാൻ ദൈവത്തിൽ നിന്ന് ഏലിനേറ്റഡ് ആയി, സെപ്പറേറ്റ് ആയി, ഡിസ്കണക്റ്റഡ് ആയി ഞാൻ മരണം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് വേണ്ടി സ്തോത്ര പാപയാഗമായി തീർന്ന് എന്റെ മേലുള്ള അകൃത്യത്തിന് ശിക്ഷ സ്വമേധി അവർ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരെ മരിച്ചുകൊണ്ട് ദൈവനീതിക്ക് തൃപ്തി വരുത്തിയ സ്തോത്ര ഡിവൈൻ ഗവൺമെന്റ് പ്ലാൻ ക്രിസ്തു തന്നെ സ്തോത്രം ഇരിക്കുന്നതാണ് പരസ്യമായിട്ട് കേൾപ്പിച്ചറിയാണ്. ഇഫ് യു റിസീവ് ഹിം ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ, ആ പണിഷ്മെന്റ് നിന്നിൽ മായ്ച്ചു കളയാം. സ്തോത്രം. പിന്നീട് തുടർന്ന് അനുസരണം പഠിപ്പിച്ച് അതിനെടുക്കാൻ തക്കവണ്ണം അവന്റെ ഹൃദയത്തിൽ വസിച്ച അവനുമായിട്ട് അനുസരണത്തിൽ തികഞ്ഞവകൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൽ വസിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഹോളിയും സ്തോത്രം, അതുപോലെ തന്നെ അൺഹോളി അല്ല, കോമൺ. അപ്പോൾ നിന്റെ ലൈഫിന് ജീവനുള്ള സാക്രിഫൈസ് ആയിട്ട്, നിന്റെ ജീവിതത്തെ ജീവനുള്ള സാക്രിഫൈസ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ സ്തോത്രം നീ വിശുദ്ധമായി തീരുക എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. ഇവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. കോമൺ ആയിരിക്കുന്നത്, പൊതുവായിരിക്കുന്നതിൽ നിന്നും നീ സെപ്പറേറ്റ് ആകണം. നിന്റെ ഫ്രണ്ട്ഷിപ്പ്, നിന്റെ സ്വന്തക്കാര്, ബന്ധുക്കള്, അവിടെ വിശ്വാസം കോമൺ ആയിട്ടുള്ള വിശ്വാസമാണെങ്കിൽ, ഇവൻ പെന്തിക്കോസ്റ്റിൽ തന്നെ 99.9% കോമൺ വിശ്വാസമാണെങ്കിൽ, നീ ആരാധിക്കുന്ന കൂട്ടത്തില്, നീ പോകുന്ന കൂട്ടായ്മയില് കോമൺ വിശ്വാസമാണെങ്കിലും കീപ് സെപ്പറേറ്റ് ഫ്രം ദം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിച്ചെടുക്കും. ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിനക്ക് പ്രഷർ തരുമ്പോൾ ഫിസിക്കലായിട്ട് ദൈവം ചെയ്യില്ല, പക്ഷെ നിന്റെ മനസാക്ഷിക്ക്, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്കവണ്ണം, നിനക്ക് ഫ്രീ വില്ലിലെ തീരുമാനം എടുക്കത്തക്കവണ്ണം കോമൺ ആയതിൽ നിന്ന്, ഒരു പക്ഷെ നിന്റെ മകനായിരിക്കാം, നിന്റെ ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, നിന്റെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പോൾ നിന്റെ പേഴ്സണൽ ലൈഫ് തന്നെ ആയിരിക്കാം. കീപ് അവേ, ഗെറ്റ് അപ്പാർട്ട് ഫ്രം ദം, എക്സ്ക്ലൂസീവ് യൂസ് ഫോർ ഗാഡ്. എന്നാൽ മാത്രമേ നിന്റെ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിന്റെ വിശുദ്ധീകരണം പൂർത്തിയാകുകയുള്ളൂ. അപ്പൊ നമ്മുടെ സാധാരണ ഹ്യൂമൻ ലാംഗ്വേജില് വിശുദ്ധീകരണം, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധിയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബൈബിൾ അനേക സ്ഥലങ്ങളെ ദൈവം പറഞ്ഞിരിക്കുന്ന ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അപ്പൊ നമ്മുടെ സാധാരണ ലാംഗ്വേജ് നമ്മൾ വിശുദ്ധരെന്ന് പറഞ്ഞാൽ ഞാൻ ദോഷം തെറ്റൊന്നും ചെയ്യാത്തൊരു വ്യക്തി, അത് ഫൂളിഷ്നെസ് ആണ്. നീ കോമൺ തിങ്സിൽ നിന്നും, കോമൺ ആൾക്കാരിൽ നിന്നും, കോമൺ വിശ്വാസത്തിൽ നിന്നും പറയുന്ന ഒത്തിരി അധികമുണ്ട്. ഗെറ്റ് സെപ്പറേറ്റ് ഫ്രം ദം. അപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയെങ്കിൽ ഈ ലോകം വിട്ടുപോകേണ്ടി വരുമല്ലോ. യെസ്. എന്നാൽ അതിന്റെ ഉള്ളിൽ തന്നെ നിനക്ക് ഭൗതികമായ കാര്യങ്ങള്, ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ഒക്കെയും തന്നെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ തന്നെ ആദരിക്കാതെ, തന്നെ പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചത് സകലതും സൗജന്യമായി ഫ്രീ ഓഫറായിട്ട് നിന്റെ മുമ്പിലുണ്ട്. അനുഭവിച്ചുകൊണ്ടാ പറയുന്നത്. ഹല്ലേലൂയ. അതെങ്ങനെയായിരിക്കണം? വെൽ പ്ലീസിംഗ് ടു ഗാഡ്, which is your reasonable service and spiritual worship. അപ്പൊ നാളെ തുടങ്ങി ആരും, ഇപ്പോൾ ഈ നിമിഷം തുടങ്ങി തന്നെ ആരും വ്യക്തിപരമായിട്ട് ഒരു പാട്ട് പാടുന്നത്, യെസ് ഓഫ് കോഴ്സ് നമ്മൾ സ്തുതിക്കണം.
ഇത് പറഞ്ഞിട്ട് നാളെ തുടങ്ങി പാട്ട് പാടാതിരിക്കരുത്, കൈയടിക്കാതിരിക്കരുത്, അന്യഭാഷ പറയാതിരിക്കുക. പാസ്റ്റർ പറഞ്ഞ് ജീവിച്ചാൽ അരേര് പരത്തോരും പറയും പലവരും ജീവിതമാണ് ആരാധന എന്ന്. നിങ്ങൾ പറയുന്ന കയ്യടി പാട്ടൊന്നും വേണ്ട, ജീവിതമാണ് കോമൺ. പക്ഷേ അവനുള്ളിൽ എന്തില്ല? അവൻ മൊറാലിറ്റിയാ പറയുന്നത്. ആർക്കും ദോഷം ചെയ്യാതിരിക്കുക, ഗുണം മാത്രം ചെയ്യുക. അഫ്കോഴ്സ് ക്രിസ്തു നിന്നിലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൂടെ അത് പുറത്തു വരും. ക്രിസ്തുവിനെ കൂടാതെ നിനക്ക് അത് ചെയ്യാൻ സാധ്യമല്ല. ഇതിനെതിരായിട്ട് അനേക ക്രിട്ടിസൈസ് ചെയ്യുന്ന ഉപദേശങ്ങളുണ്ട്, അനേക ഉപദേശങ്ങളുണ്ട്. സ്തോത്രം. അപ്പൊ ഇതിനെ സൽപ്രവൃത്തിക്കായിട്ടാണ് നിന്നെ വേർതിരിക്കുന്നത്. ഞാൻ വിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുവാനല്ല. ആ വിശുദ്ധി അല്ല ബൈബിളിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. സെറ്റ് അപ്പാർട്ട് ഫ്രം ദ കോമൺ തിങ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിന് അടയാളം പുതിയ നിയമത്തിന് വല്ല ഉപദേശമുണ്ടോ? നമുക്കെടുത്ത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37 തുടങ്ങിയ വാക്യം. ഫസ്റ്റ് പ്രസംഗത്തില് അപ്പോസ്തലൻ പൗലോസ് എന്താ പറയുന്നത്? 37 തുടങ്ങി വായിച്ചാൽ മതി. പത്രോസ് പ്രസംഗിച്ച പ്രസംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ചു. ആമേൻ. ദാവീദ് കല്ലറ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവർ ദ്രവത്വം കാണുകയില്ല, നിന്റെ പരിശുദ്ധനെ പദാർത്ഥി കൈവിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അവരെ ക്രൂശിച്ചു കൊന്ന ഈ യേശു തന്നെയാണ് അവര് കാത്തിരുന്നതായിട്ടുള്ള മശിഹ എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, സ്തോത്രം, അവർ ചോദിക്കുകയാണ്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടത് വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അമ്പ് തുളച്ചു കയറുന്നത് പോലെ. ഹല്ലേലൂയ. ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. ഞാൻ ദൈവത്തിൽ നിന്നും അവനാലും അവങ്കിലേക്കുമായിട്ടാണ് ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഹൃദയം ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാ കുത്തുകൊള്ളെന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അതിന് ഉത്തരം പറയുന്നതാണ് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടും. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ചെയ്യുക. ഇതുവരെ നിങ്ങളുടെ സെൽഫ് ഡിസയേഴ്സിന്, നിങ്ങളുടെ തോട്ട്സിന്, നിങ്ങളുടെ ഫിൽത്തി ഫ്ലഷിന്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. അത് മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫ് ലിവിങ് സാക്രിഫൈസ് ആയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട്, ആരാധനയായി തീരത്തക്കവണ്ണം ആദ്യമായിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുവാൻ. ഇതിന് ഓരോരോ പാട്ടെടുക്കും. സ്തോത്രം. ഫസ്റ്റ് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ, ദ ഫൈനൽ ഫോക്കസ്, സ്തോത്രം, ദൈവത്തിന്റെ ഹിതം ചെയ്തതായിരിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് തന്നെ വന്നാലും, കർത്താവെ ഞാൻ അത് മാറ്റാൻ നിന്റെ കൃപ എനിക്ക് മതി, ഞാൻ തയ്യാർ. പക്ഷെ എന്റെ ബലഹീന അവസ്ഥയിൽ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. നിന്റെ സോള് വഷളായ സോളാണ്, നിനക്കതിന് മാറാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? യാഗത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയാം, ഗണ്ഡമായിട്ട് മുറിച്ച് യാഗപ്പെടുത്തി വെക്കുക. വളരെ ചിന്തിക്കുക, അത് എങ്ങനെയാണ് യാഗത്തിന് മൃഗത്തെ ഒരുക്കുന്നതെന്ന്. ഫസ്റ്റ് റിപ്പന്റ്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം മേൽക്കുക. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. സേവ് യുവർസെൽഫ് ഫ്രം ദിസ് untoward generation. ആര് ചെയ്യേണ്ടതാ? നാം ചെയ്യേണ്ടതാ. ഈ വക്രതയുള്ള തല, അതാണ് പറഞ്ഞത് കോമൺ. സെറ്റ് അപ്പാർട്ട് ഫ്രം ദ കോമൺ. ഇതാണ് വിശുദ്ധി എന്ന് പറയുന്നത്, വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ജീവിതം ഒരു ആരാധനയായി തീരണമെങ്കിൽ, നിന്റെ ശരീരത്തെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുമ്പോൾ, സ്തോത്രം, നമുക്ക് ഓരോ അവയവങ്ങളും കുറേശ്ശെ എടുത്ത് പഠിക്കണം. സ്തോത്രം. നിന്റെ അവയവങ്ങളെ, നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പിൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന് എല്ലാ അവയവങ്ങളും പെട്ടു, പഞ്ചേന്ദ്രിയങ്ങൾ പെട്ടു.
ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഞാനൊന്ന് ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാവിനെ തന്നെ ഒന്ന് എടുക്കുക. ഇവനാണ് ഏറ്റവും വിഷകരമായ സാധനമെന്ന് അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞിരിക്കുകയാണ്. പുസ്തകം ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്തോളൂ. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ജെയിംസ് ചാപ്റ്റർ 3 എടുക്കുക. അതിന്റെ 1 തുടങ്ങിയത് പെട്ടെന്ന് എന്ന് ഞാൻ വായിക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടക്കന്മാരാകരുത്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഉപദേഷ്ടക്കന്മാരാണെങ്കിൽ തന്നെയും ഈ അവയവത്തെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ നാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഈ യൂട്യൂബ് ചാനലും ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഫ്ലറിഷ് ആയിരിക്കുന്നതുകൊണ്ട് അനേകർ കയറി അങ്ങ് ഉപദേഷ്ടക്കന്മാരാകുക. എന്തിനാ? വ്യൂവേഴ്സ് കൂടുതൽ കിട്ടണം. സബ്സ്ക്രൈബ് ചെയ്, ലൈക്ക് ചെയ്, അത് ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എങ്ങനെ എന്തൊക്കെയൊക്കെ പറയാം. അവിടെ പോട്ടെ, അവസാനിക്ക് പോകുന്നില്ല. നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന വിഷയമാണ്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും എന്ന് പറഞ്ഞ വായിൽ കടിഞ്ഞാനിട്ട്, കുതിരയെ കടിഞ്ഞാനില്ലെങ്കിൽ നിയന്ത്രിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ എന്താ ചെയ്ത? അതിന്റെ വായിലാണ് കടിഞ്ഞാനിടുന്നത്. ഇട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാർ ഇന്ന് കാണുന്ന പോലെ കപ്പലിലല്ല. പൗലോസ് എഴുതുന്ന സമയത്തല്ല, ജാക്കോബ് എഴുതുന്ന സമയത്ത് പായ്ക്കപ്പലുകള് ഓടുന്നാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. അമേരിക്കയിൽ ഉണ്ടാവുന്ന തീയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം കാണാമല്ലോ, അടുത്തുണ്ടായതൊക്കെയും. അതിന് ഇഗ്നൈറ്റ് ചേരുന്നത് ചെറുതായിട്ടാണ്. എത്ര ബില്യൺ നഷ്ടം വന്നു. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഈ നാവ് എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്, ലിവിങ് സാക്രിഫൈസ് ആയിട്ട് നിന്റെ ലൈഫിനെ ഒരു ആരാധനയാക്കി തീർക്കണമെങ്കിൽ നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള, വിശുദ്ധി എന്ന് പറഞ്ഞ ഹോളി എന്ന അർത്ഥത്തിലല്ല, ദൈവത്തിന് വേണ്ടി എക്സ്ക്ലൂസീവ് യൂസിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിട്ട് സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ജീവിതം. അപ്പോൾ നിനക്ക് സംസാരിക്കുന്നത്, സ്തോത്രം, ജീവനുള്ള വാക്കുകളായിരിക്കണം. അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഈ തീക്ക് പിന്നെ ആർക്കൊക്കെ കെടുത്താൻ പറ്റാ? ഇത് അനുഭവിക്കാത്ത ഒരൊറ്റ വ്യക്തികൾ ഇപ്പൊ കേൾക്കുന്നില്ല ഞാൻ പറയുന്നു. ഈ തീ അനുഭവിക്കാത്ത ഒരൊറ്റ വ്യക്തികൾ പോലും ഈ ശബ്ദം കേൾക്കുന്ന ആരും തന്നെ അനുഭവിക്കാത്തവരില്ല. ഇതെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടില്ലെങ്കിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന് 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതാകും നല്ലതാകലും തീയതാകലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാണ്. യേശുവിന്റെ രക്തത്താൽ കഴികൾ നേടിക്കൊള്ളുക. കർത്താവിന്റെ വാക്കിനാൽ വന്നു പോയ പിഴകള്. യോഹന്നാൻ 1-ാം പറഞ്ഞിരിക്കുന്നത് സകല പാപം പോക്കി, യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. യശയ്യാപ്രവചനം 1:18 നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ആയിരുന്നാലും മഞ്ഞു പോലെയും ഹിമം പോലെയും ആക്കി തീർക്കും. പക്ഷെ എന്താണ്? യേശുവിന്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ നാവിനാൽ വന്നുപോയ പിഴകള്, സംസാരം കൊണ്ട് വന്നുപോകുന്ന പിഴകള്, അതെന്താ സംഭവിക്കുന്നത്? ഇത് ചെയ്തില്ലെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചില്ലെങ്കിൽ ഈ തീ വന്നിരിക്കുന്നത് നരകത്തിൽ നിന്നാണ്. അത് നിന്റെ ശരീരത്തെ മാത്രമല്ല, നിന്റെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല, എറ്റേണലി നിന്നെ നശിപ്പിച്ച് നരകത്തിൽ കൊണ്ടുവരുന്ന അവയവമാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിപ്പാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നാവിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്.
മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവുന്നതല്ല. ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടോ സൈക്കോളജി കൊണ്ടോ ഒരു കഴിവിനെ കൊണ്ട് മരുക്കിയെടുക്കാവുന്നൊരു മരുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ നാവിനെ മെരുക്കിയെടുക്കണമെങ്കിൽ, അതായത് ഒബീഡിയന്റ് ആക്കി എടുക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ഒരുക്കി എടുക്കണമെങ്കിൽ യാഗപീഠത്തിൽ വെച്ചു കൊടുക്കുക. കർത്താവ്, ഇത് എത്രയും അപകടകരമായ ഒരു അവയവമായിട്ടാണല്ലോ ഞാൻ നടക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ വാക്യം ഉപദേശകന്മാരുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ട. വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും നാവുണ്ടോ ഇല്ലയോ? ഉപദേശകന്മാർക്ക് മാത്രം നാവുള്ളോ? ഞങ്ങൾ ഇതെല്ലാം അനുഭവത്തിൽ കൂടെ പഠിച്ച്, കർത്താവെ, വായിൽ കൂടെ ഒരു വാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കർത്താവേ ക്ഷമിക്കണം, അത് മനസ്സിലാകുമ്പോൾ ക്ഷമിക്കണേ കർത്താവേ, ക്ഷമിക്ക്. അങ്ങനെ ക്ഷമിച്ച് കിട്ടുന്നല്ല കർത്താവേ, എനിക്കിത് മനസ്സിലായി. യു ടേക്ക് കൺട്രോൾ ഓഫ് മൈ ടങ്. നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ പറയാൻ സാധിക്കണം. നാവിൽ കൂടെ ആ പ്രേരണ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന, നിങ്ങളുടെ ആത്മാവിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ പുതുജനനത്തിന്റെ ശക്തി നിങ്ങൾ ബ്ലോക്ക് ചെയ്തത് ഇന്ന് ആത്മാവിൽ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ നാവിനാൽ എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര നരകത്തിലേക്കാണ്. ഒരു പക്ഷെ അന്യഭാഷ പറയുന്നതായിരിക്കും, അന്യഭാഷയല്ല, അന്യായ ഭാഷയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ആരാധനയായി തീരുന്നില്ലെങ്കിൽ പറയുന്ന അന്യഭാഷയല്ല, അന്യായ ഭാഷയാണ്. അപ്പോൾ നിന്റെ ജീവിതമാണ് ആരാധന. അതിനകത്ത് പ്രധാനപ്പെട്ട, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തെ ജീവനുള്ളതായിട്ട്, നിന്റെ നാവിൽ കൂടെ വരുന്ന വാക്ക് ജീവനുള്ള വാക്കായിട്ട്, കൃപയോടുകൂടെ ഉപ്പിനാ രുചി വരുത്തിയ വാക്കുമായിട്ട്. ഇത് പറയുമ്പോൾ ഈ പാസ്റ്റർ നിങ്ങൾക്കൊക്കെ ഇതുണ്ടോ? കൃപയ്ക്ക് വേണ്ടി ചോദിക്കുക, ഇതിനെ അടിമപ്പെടുത്തി വെക്കുക. കർത്താവേ കൃപ. അതാ പൗലോസ് പറഞ്ഞ, ഞാൻ പ്രസംഗിച്ചിട്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ വീട് പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. നാവിൽ കൂടെ സംസാരം പെട്ടെന്ന് കോപത്തിന്റെ വാക്ക് വരുമ്പോൾ നിങ്ങളുടെ സാധാരണ സംസാരത്തിൽ നിങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. വിശ്വാസികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തെല്ലാം വാക്കുകൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ സംസാരിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കാം. എന്റെ കർത്താവേ, നരക തീയാണല്ലോ ഈ ദുഷ്ടം പിടിച്ച നാവ് സംസാരിച്ചത്. എന്റെ കർത്താവേ, നിന്റെ രക്തത്താൽ ഇത് കഴുകി പാപം എന്ന് മാറ്റി തരണം. നാവിന് കഴുകണ്ട, പറഞ്ഞു പോയി വാക്കിന്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, the bullet came out from the gun and the word spoke out, it cannot be taken back. തോക്കിൽ നിന്ന് ഉതിർത്ത ഉണ്ടയും നാവിന്ന് പുറപ്പെട്ട വാക്കിനെയും തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ കർത്താവേ മനസ്സിലായി, എൻ്റെ ശരീരത്തിൽ ഒരു അപകടം പിടിച്ചൊരു അവയവമാണ് ഈ നാവ്. ഞാൻ മറ്റുള്ളവർ നോക്കേണ്ട ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കൊണ്ട് അളക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ സ്റ്റാൻഡേർഡോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ സ്റ്റാൻഡേർഡ്, ഇതൊക്കെ വളരെ വഞ്ചനയുള്ള സ്പിരിറ്റുള്ള ലോകമാണ്. അത് 2-ാം വാക്യം പറയാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്ന വാക്യം പിന്നീട് വരും. നമുക്ക് ആദ്യം ഈ നാവിനൊന്ന് മെരുക്കിയെടുക്കാം. സ്തോത്രം. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവുന്നതല്ല. ഡോണ്ട് ട്രൈ. ഞാൻ സംസാരിക്കില്ല, പിടിച്ചിരിക്കും. ആ സമയത്തായിരിക്കും നിങ്ങളുടെ അടുത്ത വലിയ ഒരാൾ നല്ല ദോഷ തരുന്നൊരു നീയാ എന്റെ അടുത്താ, ഞാനൊരു ദോഷം ചെയ്തിട്ടില്ല, ഞാൻ എന്ത് ദോഷം ചെയ്ത, ഞാൻ മിണ്ടാതിരുന്നല്ലോ, ഞാൻ വായ പോലും തുറക്കാതിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അവള് വന്ന് തീ കത്തിച്ചത്. നീയാ ദുഷ്ട, ഞാൻ പെട്ട, നീയാ ചെയ്തത്, നീയാ. ഇത് എവിടെ തുടങ്ങിയതാ? തുടങ്ങിയതാ. അതാമേ നീ എവിടെ? നിന്റെ കാലൊച്ച കണ്ട് തൊഴിച്ചിരിക്കുക. തിന്നരുത് പറഞ്ഞ് വൃക്ഷഫലം തിന്നോ? അയ്യോ, തിന്നല്ല, നീയല്ല ഇതിന്റെ കാരണക്കാര്. ഈ നീ തന്ന എന്നോട് കൂട്ടിപ്പോ സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചു, അയ്യോ പാമ്പനെ ചതിച്ചു, ഞാൻ ക്ലീനാ. നാവിന്റെ ഉപയോഗം അവിടെ തുടങ്ങിയതാ. പക്ഷേ അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമായിട്ട് സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ എങ്ങനെ സൃഷ്ടിച്ചത്? തന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം. അന്ന് ഇവിടെ ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, ആദാമിന്റെ ആദ്യത്തെ അവസ്ഥ അവന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവാനുരൂപമാണ്, ദൈവ തേജസ്സാണ്.
ഹല്ലേലൂയ. അതല്ലേ സകല മൃഗങ്ങളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ പേരിട്ടത്. യെസ്, ദൈവം പറഞ്ഞു ഓക്കെ, അപ്രൂവ്ഡ്. അതിനകത്ത് വേറെ ആർഗ്യുമെന്റ് ഇല്ല, വേറെ സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. എന്തുകൊണ്ടാ? ആരെ വസിക്കുന്നത്? യഹോവ തന്നെ ജ്ഞാനം അവൻ്റെ. നമുക്ക് ഓഫറുണ്ട്, ക്രിസ്തു തന്നെ നമ്മുടെ ജ്ഞാനം. അപ്പോൾ നാവിനെ മനുഷ്യർക്കാർക്കും സൈക്കോളജി കൊണ്ടോ മറ്റൊരു പരിപാടി കൊണ്ടോ ഒതുക്കാൻ മെരുക്കാൻ നോക്കണ്ട. കർത്താവ് നാവിന് ഞാൻ യാഗപീഠത്തിൽ ഈ നിമിഷം വെക്കുക. നിനക്ക് ഹിതമില്ലാത്തൊരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരല്ലേ. ലോർഡ് ടേക്ക് കൺട്രോൾ ഓഫ് ദിസ്. ഐ കനോട്ട്. ഞാൻ ഈ കാര്യത്തിൽ ഫെയിലാണ്, അറ്റർ ഫെയിലിയർ. ഞാൻ എത്രയോ പ്രാവശ്യം ഈ കാര്യത്തിലും എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ വായി തുറന്നു വരുമ്പോൾ ഞാൻ മാറിയിരിക്കും. കർത്താവെ വീണുപോയി, വെടിയുണ്ട വീണുപോയി, തിരിച്ചെടുക്കാൻ പറ്റില്ല. ക്ലീൻ മീ ലോർഡ്, ക്ലീൻ മീ. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്, നരകത്തി വഹിക്കുന്ന സാധനമാണിത്. നരകത്തി. ഇത് പറഞ്ഞിട്ട് ആരാധിച്ച ഭാഷ അന്യഭാഷ പറഞ്ഞാൽ അതാ അന്യഭാഷയല്ല, അത് അന്യായ ഭാഷയായിരിക്കും. നിങ്ങൾക്ക് അപേക്ഷം മനസ്സിലാവുന്നുണ്ട് ആരാധന എന്ന് പറയുന്നത് എന്താണെന്ന്. സ്തോത്രം. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവുക. ഈ ലോങ് മെസ്സേജ് ആകുമ്പോൾ പലരും ആൾക്കാർക്ക് കേൾക്കാൻ വലിയ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ. ഞാൻ 2 മെസ്സേജ് മുമ്പേ തുടങ്ങി വാണിംഗ് തന്നു പറഞ്ഞിരുന്നു. റോമാലേഖനം 12-ാം അധ്യായം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പലർക്കും എന്നോട് ദേഷ്യമുണ്ടാകും. ഞാനിതൊന്നും അറിഞ്ഞിട്ട് കേട്ടിട്ടല്ല, എന്നാൽ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മാവിന് ഇപ്പോൾ കർത്താവ് വന്നാൽ, ഇനിയിപ്പോൾ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിക്കുക. അതിനിടയ്ക്ക് കർത്താവ് വന്നാൽ നിങ്ങൾ എടുക്കപ്പെടുമ്പോൾ ആഗ്രഹത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവസനിൽ ഇടിവിൽ നിന്ന്, ഗ്യാപ്പിൽ നിന്ന്, ലോർഡ് ലോർഡ് വി ആർ ജസ്റ്റ് ഡസ്റ്റ്, വി ആർ ജസ്റ്റ് ഡസ്റ്റ്. അതൊന്ന് പ്രാർത്ഥിച്ച നേരത്തെ ഞാൻ പറഞ്ഞത്, നിന്റെ നീതി നിമിത്തം ഞങ്ങൾ എവിടെ വെച്ചാട്ടെ. ഞങ്ങളുടെ ഒരു ഗുണം കൊണ്ടല്ല, ഞങ്ങളുടെ വിശുദ്ധ ജീവിതം കൊണ്ടല്ല, ബൈ യുവർ റൈഷ്യസ്നെസ്. നിന്റെ നാമഹേതുവായി എന്ന് പറഞ്ഞാൽ സകല നാമത്തിലും മേലായ നാമഹേതുവായി ദിനം പ്രതി ഞങ്ങൾ നടത്തിയാട്ടെ. വി കനോട്ട് വാക്ക് അവർ ഓൺ. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കണം. അപ്പോഴാണ് ജീവിക്കുന്ന വചനമായി തീരുന്നത്. അല്ലാത്തൊക്കെ മണ്ടത്തര തലക്കകത്തിരിക്കുന്ന പ്രമാണത്തിന് വലിയ ഭണ്ഡാരം കൊണ്ടുകൊടുക്കും. ഐ നോ ദാറ്റ്. ഇതൊക്കെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് പറയാൻ പ്രധാനപ്പെട്ട കാര്യം, നീ ആയിരിക്കുന്നത് അവനിൽ നിന്നാണ്, സൃഷ്ടിതാവിൽ നിന്നാണ്. നിന്റെ അപ്പനും അമ്മയായിരിക്കും ഒരു പക്ഷെ നിനക്ക് ജന്മം നൽകിയത്, പക്ഷേ യു ആർ ഫ്രം ഗാഡ് ദ ക്രിയേറ്റർ. അവനാലാണ് നീ ഭൂമിയിലായിരിക്കുന്നത്, അവനാലാണ്. ഇപ്പോൾ നീ ആയിരിക്കുന്നത് അവനാലാണ്. ആൻഡ് യുവർ ഡെസ്റ്റിനേഷൻ ടുവേർഡ്സ് ഹിം. നിനക്ക് വേണമെങ്കിൽ നരകത്തിലേക്ക് തിരിക്കാം. അതിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നിന്റെ നാവ്. അതിനെ യാഗപീഠത്തിൽ വെക്കുക. ഈ യാഗപീഠത്തിൽ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങിയത് വായിച്ചു വെച്ചോ. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ ആമേ സ്തോത്രം ഹോമയാഗത്തിനെ കുറിച്ചുകൊണ്ട് ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ദൈവം കൃപയാണെങ്കിൽ അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. സ്തോത്രം. അപ്പോൾ അവങ്കിലേക്ക് പോകുന്ന സമയത്ത് നിനക്ക് വേണമെങ്കിൽ അത് നരകത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. അതുകൊണ്ട് ജീവനും ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ടു ഗാഡ്, ഫോർ ദ എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ഗാഡ്. നിന്റെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്യുക. സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അതിന്റെ ഡിഫറൻസ് നിനക്ക് നിന്റെ പേഴ്സണൽ ലൈഫിൽ നിനക്ക് രുചിച്ചറിയാം. എൻ്റെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഞാൻ തന്നെ വട്ട് പിടിച്ചവനെ പോലെ. എനിക്ക് എന്താ സംഭവിച്ചത് ആരും പറഞ്ഞു തരാനില്ല. ഞാൻ വെറുതെ ബൈബിൾ എടുത്ത് നേരം പോക്കുന്നത് വായിച്ചതേ ഉള്ളൂ. വെറുതെ ടൈം പാസിന് വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ ബൈബിളില്ലായിരുന്നു. എൻ്റെ അടുത്തുള്ള ഒരു പയ്യനടുത്ത് ഞാൻ അവനിങ്ങനെ ബൈബിൾ വായിച്ചൊരു സിഗരറ്റ് കത്തിക്കാറുണ്ട്. അവനെന്ന് ഉപദേശിക്കാൻ വല്ലതും കിട്ടും. എനിക്ക് സിഗരറ്റിൻ്റെ മണം വളരെ വെറുപ്പായിരുന്നു. എൻ്റെ റൂംമേറ്റ് ബാച്ചിലറായിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവനെന്ത് വരെ ഉപദേശിക്കുന്നതിനകത്ത് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ എടുത്ത് വായിച്ചതാ. ഈ പവർഫുൾ മാഗ്നറ്റ് എന്നെ പിടിക്കുന്ന മാതിരിയെ പിടിച്ചു. ഇത് വായിക്കും തോറും എൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നു. ഞാൻ വിചാരിച്ചത് വട്ട് പിടിച്ചു. ഞാൻ റിയലി ഞാൻ പോയിട്ടുള്ള
ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഞാൻ സൈക്കാണ്, എനിക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയാൻ റെഡി, എല്ലാം പ്രിപ്പയർഡായി, എന്ത് പറയണമൊക്കെ പ്രിപ്പയർഡായിട്ട് ഞാൻ പോയതാ. നല്ല തണുപ്പുള്ള സമയം, നവംബർ മാസം. നടന്നു പോകണം, ഏകദേശം 2 കിലോമീറ്റർ നടക്കണം. അവിടെ ചെന്നിട്ട് ഈ ഡോക്ടറോട് പറയുക, തൊണ്ടയൊന്ന് ഒന്ന് കാണിച്ചൊന്ന് ഇടുന്ന സമയത്ത് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറായിരുന്നു. ഉടനെ കോൾഡിനുള്ള മരുന്നൊക്കെ എഴുതി എന്നോട് പോകാൻ പറഞ്ഞു. ഒന്നും പറയാൻ സമ്മതിച്ചില്ല. ആ മരുന്ന് അവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ തല്ലിട്ട് ഞാൻ പോന്നു. അത്ര അനുഭവമാണ്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തും. നമ്മുടെ നാവിന് നിയന്ത്രണം വരും. സമർപ്പിക്കുക. എനിക്കിത് ആരും പറഞ്ഞു തരാനുണ്ടായില്ല. എൻ്റെ ഫസ്റ്റ് ഡേ തുടങ്ങി ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതം അനുഭവിച്ചതാണ് ഞാൻ പറയുന്ന സുവിശേഷം. ദൈവ കർത്താവ് ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധീകരിക്കട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, യെസ്, ഇതെന്നെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. എനിക്കെൻ്റെ നാവിനും മരുക്കാൻ സാധ്യമല്ല, പക്ഷേ ഞാൻ യാഗപീഠത്തിൽ വെച്ചു. യാഗപീഠത്തിൽ വെച്ച ആരൊക്കെ? ദൈവത്തിനുള്ളതാ. നിന്റെ നാവ് ദൈവത്തിനുള്ളതാ. ലോർഡ് ചേഞ്ച് ഇറ്റ്, യു കൺട്രോൾ ഇറ്റ് എന്നും പറയുന്നത്. അടുത്ത ആഴ്ച നോക്കും നിങ്ങൾ. ഈ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നേറ്റിലുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. വളരെ ആഴമേറിയ കാര്യങ്ങളാണ് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ കർത്താവ് ഞങ്ങളുടെ നാവിന് ഞങ്ങളുടെ ഒരു പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ വെളിപ്പെടുത്തുമ്പോൾ പുത്രനെ വെളിപ്പെടുത്തി ആ പുനരുദ്ധാന ശക്തിയാൽ ആ മന്ന തന്നെ തന്ന് കർത്താവേ ഞങ്ങൾ നിയന്ത്രിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അപകടകരമായ നരകത്തിക്കൊടുത്ത ഞങ്ങളുടെ ഓരോരുത്തരും നാവുകളെ നിന്റെ യാഗപ്പെടുത്തൽ ജീവനും വിശുദ്ധിയോടുകൂടെ വയ്ക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഒരു ആരാധനയെ മാറത്തക്കവണ്ണം ഇതുവരെ നടന്നതുപോലെ അല്ല കർത്താവേ, ഒരു രൂപാന്തരം ഞങ്ങൾ നടത്തുവാൻ കർത്താവിൻ്റെ കൃപ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മനസ്സരിവ് ഓർത്തുകൊണ്ട് കർത്താവെ തിരുമുമ്പ് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.